Namaste, welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ ഈ പിള്ളേരൊക്കെ കഴിക്കുന്നത് എന്നാന്നറിയോ, കൊച്ചു പിള്ളേരല്ല, കൊച്ചു പിള്ളേർക്ക് ഇപ്പം ഇഷ്ടമാണ്. ഈ പറഞ്ഞല്ലോ വലിയവർക്ക് തന്നെയല്ല, എല്ലാവർക്കും ഇപ്പം ഈ തന്തൂരി, അൽഫാം, പെരി പെരി ചിക്കൻ, ഹണി ചിക്കൻ, അങ്ങനെ ഹണി സ്പൈസി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു പ്രാവശ്യം തന്തൂരി വെച്ചിട്ട് ചിക്കൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച എന്നാന്നറിയോ, പെരി പെരി ചിക്കൻ ചെയ്യാം. ഇപ്പം പിള്ളേരാണെങ്കിൽ എല്ലാവരും മിക്കവർക്കും പെരി പെരി ചിക്കൻ ഭയങ്കര ഇഷ്ടമുള്ളത് ഞാൻ കാണുന്നതാണ്. അന്നേരം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്താൽ എന്നാ എന്ന് വിചാരിച്ചു. നമുക്ക് ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് വെച്ചാൽ പെരി പെരി ചിക്കൻ്റെ ഒരു സീസണിങ് മേടിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് വെളുത്തുള്ളിയും സവാളയുടെയും പൊടി വേണം, അതിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാൻ. പൊടി ഉണ്ടെങ്കിലേ അതൊക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും എളുപ്പമാണ്. എന്നാൽ എന്താ പറയുക, പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചിക്കൻ ഒന്ന് ചുട്ടെടുക്കുന്ന പാടേ ഉള്ളേ. അതിപ്പോൾ എന്നെ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ചുട്ടെടുത്ത് ചിക്കനെ കരിയിക്കുന്നതിനെക്കാട്ടിലും നല്ലത്, ഏറ്റവും നല്ല ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ പാനിനകത്ത് ബട്ടർ ഇട്ടേച്ചൊന്ന് മുരിച്ചെടുക്കുന്ന ഏറ്റവും നല്ലത്. സേഫ് അല്ലേ? അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ഇത്. നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ വേണ്ടിയതാണ് ഞാൻ പറഞ്ഞത് ഈ ഇതുപോലെ വെളുത്തുള്ളി ഉണക്കി പൊടിച്ചത്, അത് വാങ്ങിക്കാനൊക്കെ കിട്ടും എല്ലായിടത്തും. പിന്നെ വേണ്ടിയത് ഇത് ഉള്ളിയില്ലേ, നമ്മുടെ സവാളയുടെ ശരിക്കും ഉണക്കി പൊടിച്ചത് തന്നെയാണ് ഇത്, അത് കുറച്ച് വേണം. പിന്നെ ഇത് ആംചൂർ പൗഡറാണ്. ആംചൂർ പൗഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ, അതാണ് സാധനം. അത് നോർത്ത് ഇന്ത്യൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചെയ്യുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി. പിന്നെ വേണ്ട കുറച്ച് ഒറിഗാനോ, ഒരു ഇച്ചിരി പഞ്ചസാര, ഇച്ചിരി ഉപ്പ്. ഇത്രയും സാധനമാണ് നമ്മൾ പെരി പെരി സീസണിങ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ. ഇത് വേറെ ഒന്നുമില്ല. കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം 1 ടീസ്പൂൺ വീതം ചേർത്തേച്ച് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് 1 ടീസ്പൂൺ ഉപ്പ് തന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് വെക്കാമെങ്കിൽ പെരി പെരി സീസണിങ് നമുക്ക് എപ്പോഴും കയ്യിൽ കാണും. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ നമുക്ക് അതിനെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പിന്നെ കുറച്ച് ഹണിയും കൂടെ ചേർക്കാമെങ്കിൽ, അതായത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ച് ഹണിയും കൂടെ ചേർക്കാമെങ്കിൽ ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഓപ്ഷൻസ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. അയ്യേ മീനിനകത്ത് തേനോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടല്ലേ നമ്മളിവിടെ ചെയ്യുന്നത്. ചിക്കനെ ഞാൻ എങ്ങനെയാണ് മുറിച്ചതെന്ന് നോക്കിയേ. ഇത് ശരിക്കും ബ്രസ്റ്റ് പീസാണ് മേടിച്ചേ. ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ്റെ ഭാഗം എന്ന് പറയുന്നത് തുടക്കഷ്ണമാണ്. അതിനകത്ത് എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് ആക്ച്വലി നമുക്കിതിനെ ഉണ്ടല്ലോ ഈ സ്ട്രിപ്പ് പോലെ മുറിച്ചെടുക്കാം. അതല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് എന്തുവാ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക. അല്ല ബ്രസ്റ്റ് പീസ് മേടിക്കുവാണെങ്കിൽ അതാ ഏറ്റവും എളുപ്പം. ഇപ്പം ഞാനിപ്പോൾ ബ്രസ്റ്റ് പീസാണ് മേടിച്ചത്. പക്ഷേ ടേസ്റ്റ് ഇപ്പോഴും ഞാൻ പറയും നമ്മുടെ തൈ ബോണാണ്, ബോൺ മാറ്റിയിട്ട് ആ ഒരു കഷ്ണത്തിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പം ഇനി നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് ഒലീവ് ഓയിലാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ. പിന്നെ ഇച്ചിരി ഒരു നാരങ്ങാ നീര്. ഇത് ഒത്തിരി ചേർക്കത്തില്ല, കുറച്ചാണ് ചേർക്കുന്നത്, കാരണം ഇതിനൊരു പുളിരസമുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീം. ഇതെല്ലാം പോയിട്ട് ഇതിനൊരു ഗ്രേവി, ഞാൻ വെറുതെ പെരി പെരി ചിക്കൻ ചുമ്മാ ഉണ്ടാക്കി ഡ്രൈ ആയിട്ട് എടുക്കുമല്ല, ഇതിനൊരു ഗ്രേവി ചെയ്തേച്ച് കഴിക്കുന്നത് മിക്കവാറും ഒരു ബട്ടർ റൈസിൻ്റെ കൂടെയൊക്കെ. ബട്ടർ റൈസ് ഒത്തിരി എളുപ്പം അറിയാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനങ്ങളായത്. ഇതൊരു ക്യാപ്സിക്കം ഉണ്ട്, 2 തക്കാളിയുണ്ട്, ഒരു സവാളയുണ്ട്, ഒരു 2-3 പച്ചമുളകുണ്ട്. ഇതെല്ലാം ഞാൻ ചുട്ടെടുത്തേക്കുന്നതാണേ. ചുട്ടെടുത്തേച്ച് അതിൻ്റെ ആ ചുടുമ്പത്തേക്ക് അതിൻ്റെ ഒന്ന് മൊരിയുമല്ലോ, കറുത്ത് വരുമല്ലോ. അപ്പോൾ ആ കറുത്തതെല്ലാം ഒന്ന് ചിരണ്ടി കളഞ്ഞേച്ച് വെച്ചേക്കുന്ന ഇത് നമ്മൾ മിക്സിയിൽ അടിച്ച് ഇതിനെ ഗ്രേവി ആക്കി എടുക്കണം. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ പെരി പെരി ചിക്കൻ്റെ ഒരു സീസണിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ കണക്കിനുള്ള കാശ്മീരി ചില്ലി ഇടാൻ പോകുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഫസ്റ്റ് ഇട്ടേ. സെക്കൻഡ് മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി. പിന്നെ വേണ്ടിയത് ടീസ്പൂൺ കണക്കാ. ഇപ്പോൾ ടീസ്പൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വലിയ സ്പൂണിന് ഒരു 1/2 ആയിട്ട് ഇടുക.
കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളിയുടെ പൊടി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊരു 1/2 ടീസ്പൂണോളം ഇടാം. പിന്നെ കുറച്ച് ആംചൂർ പൗഡർ, അതായത് മാങ്ങയുടെ, അതും 1 ടീസ്പൂണാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, അതൊരു 1/2 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടിയത് ഒറിഗാനോ, അത് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്. ഈ സീസണിങ്ങിൽ ഉപ്പ് ഇടുന്നതുകൊണ്ട് നമ്മൾ ചിക്കനിലൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിഞ്ഞ സാധനമല്ല, പക്ഷെ എന്നാലും അതൊന്ന് മിക്സ് ആയിട്ട് ഒരു ഇതാവണ്ടേ. ഓക്കെ, നമ്മുടെ പെരി പെരി പൊടി, അതായത് സീസണിങ് ഞാൻ ഇവിടെ പൊടിച്ചു കഴിഞ്ഞു. ഇത് ഇവിടെ ഇനി ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തേച്ച് നമുക്ക് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനകത്തോട്ട് ചിക്കൻ ഇടുക. അന്നേച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇതിൻ്റെ കൂടെ കുറച്ച് ഒലീവ് ഓയില്, എന്നിട്ട് കുറച്ച് പെരി പെരി സീസണിങ്ങും കൂടെ ഇട്ട്, ഉപ്പിടണ്ട, കാരണം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നാലും നമ്മുടെ ചിക്കനിൽ ചേരാനും വേണ്ടിയിട്ടുള്ള ഉപ്പ് കാണുകയില്ല, നല്ലൊരു ഇച്ചിരി ഇട്ടേക്കാവേ. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു ചിക്കൻ ചെയ്യുമ്പോഴും അറ്റ്ലീസ്റ്റ് തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പെങ്കിലും മാരിനേറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചിക്കനെ പിടിക്കാൻ ഇച്ചിരി പാടല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ചിക്കനിൽ മാരിനേഷൻ നടക്കണമെന്നുള്ളത് കൊണ്ടും ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന സകല മസാലയും നമ്മുടെ ഗ്രേവിയിലേക്ക് വരണമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊന്നും അർത്ഥമില്ലാതായി പോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അധിക സമയമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് ഇതൊന്ന് ഇച്ചിരി വറുത്തെടുത്തേ ഒക്കത്തുള്ളൂ. അതായത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയല്ലേ എന്ന് പറഞ്ഞല്ലോ. ഗ്രിൽ പാൻ ആണെങ്കിൽ അങ്ങനെ, അതല്ല ഇതേപോലെ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അങ്ങനെ, ഏതാ നമ്മുടെ സൗകര്യം ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ബട്ടറോ ഒലീവ് ഓയിലോ ഏതാ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇനി നമുക്ക് പാൻ ഒന്ന് കത്തിച്ച് വെച്ച് ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും. എന്നാ ഒരു ചെറിയ ചൂടായിക്കോട്ടെ, അന്നേച്ച് നമുക്ക് ഇട്ടാലുണ്ടല്ലോ. പിന്നെ അടി പിടിക്കാതെ നോക്കുക. പക്ഷെ ഇച്ചിരി മൊരിയുവാന്നേൽ അത് കളയാതെ എടുത്തു. പിന്നെ ചിക്കൻ വേവാനായിട്ടൊന്നും നിൽക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ അത്രയും വേവുകയല്ല. എന്നെ സംബന്ധിച്ച് ചിക്കനൊക്കെ നല്ലതായിട്ട് ഗ്രേവി കിടന്ന് തിളച്ചൊക്കെ ആ മസാല എല്ലാം പിടിച്ചു വേവുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ആകുമ്പോഴത്തേക്ക് എടുത്തോണേ. ഷാലോ ഫ്രൈ അല്ല, കുറച്ചുകൂടെ ഒന്ന് ആയിക്കോട്ടെ. ആക്ച്വലി ഇത് പല ബാച്ചസ് ആയിട്ട് വറുത്തെടുക്കാനേ പറ്റത്തുള്ളൂ. പാൻ ചെറുതാ, പക്ഷെ ഒരു 2 ബ്രസ്റ്റ് പീസ് മേടിച്ച് ഇത്രയും ഉണ്ട്. പല ബാച്ചസ് ആയിട്ട് വറുത്തെടുക്കണം. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ചുട്ടു വെച്ചിരിക്കുന്നത്, ഇതും ഒന്ന് മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റ് പരുവാക്കാം. ഞാൻ ആ ചിക്കൻ ഫുള്ള് വറുത്ത് എടുത്തിട്ടുണ്ട്. വറുക്കാൻ മീൻസ് ഞാൻ ഒന്ന് ആദ്യം ബാച്ച് ആയിട്ടാണ് വറുത്തത്. പക്ഷേ ഞാൻ എന്നാ ചെയ്യുന്നറിയോ, ഒന്നുകൂടി ഇട്ടൊന്ന് മൂപ്പിച്ചേ. എനിക്കതാ ഒന്നുകൂടെ ഒന്നൊരു ചൂടായിട്ടിരുന്നാലോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് മൊരിഞ്ഞാലോ നല്ല ടേസ്റ്റ് അല്ലേ. ഇതിനെ ശരിക്കും നമ്മൾ എന്താ പറയാ, അൽഫാം പോലെ കഷ്ണം മുറിക്കുവല്ലേ, അതായത് ബിരിയാണി പീസ് പോലെ മുറിച്ചേച്ച് അങ്ങനെ ചുട്ടെടുത്താലും മതി. ഇതിപ്പോ എനിക്ക് ഈ ഒരു കറിക്ക് ഇങ്ങനെ വേണ്ടിയത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആക്കിയേ. ഇനി ഇതിനെ അങ്ങ് കോരി മാറ്റാം.
ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കാം. ഒരു ഇച്ചിരിയെ ചേർക്കുന്നുള്ളൂ, കാര്യം നമ്മൾ എല്ലാത്തിലും ചേർക്കുന്നുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഇത് മേടിച്ചതായതുകൊണ്ട് ഇതിൻ്റെ ഒരു കുത്തൽ എപ്പോഴും ഉണ്ടാവും ഞാൻ പറയുകയല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇച്ചിരി ചേർത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചുട്ടു വെച്ചിരുന്ന കുറെ സാധനങ്ങളില്ലേ, ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, പച്ചമുളക്, അതെല്ലാം ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി പൊടി ചേർക്കാം. ദാറ്റ് ഈസ് കുറച്ച് ആദ്യം വിനാഗിരി ചേർക്കാൻ പോവാ. ഒരുപാടല്ല, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അതായത് മാക്സിമം പോയാൽ ഒരു 10 ഡ്രോപ്സ്. കാര്യം നമ്മൾ ഇതിനകത്ത് നാരങ്ങ ചേർക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ആവുമ്പോൾ പുളി ഒരുപാട് മുന്നേ നിൽക്കുവേ. എന്നിട്ട് ഒരു ഇച്ചിരി നാരങ്ങ നോക്കിയേച്ച് പിന്നെ ചേർത്താൽ മതി. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാ, ഒരു ഇച്ചിരി പഞ്ചസാര. അതായത് ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാനാണ് ഞാൻ ഈ പഞ്ചസാര ചേർത്തത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പെരി പെരി സീസണിങ് ഇല്ലേ, അതും കൂടെ കുറച്ചിടുക. ഉപ്പ് നമ്മൾ ഈ പെരി പെരി സീസണിങ് ഉണ്ടാക്കിയപ്പോഴത്തേന് ഇട്ടായിരുന്നു, പക്ഷെ എന്നാലും ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് വേണ്ടിയതാണ്. ചിക്കനകത്തും ഉപ്പ് നമ്മൾ ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രേവി ഒത്തിരി ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് ഉണ്ട്. ആ ഗ്രേവിക്ക് വേണ്ടി മാത്രം ഉള്ള ഉപ്പ് ചേർക്കുക. പക്ഷെ ആ ഗ്രേവിക്കകത്ത് പെരി പെരി സീസണിങ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് നോക്കി വെച്ച് വേണം ചേർക്കാൻ ഉപ്പ്. ഇനി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഇതിനകത്തും ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ചേർത്ത സാധനങ്ങളൊക്കെ നമ്മൾ ചുട്ടെടുത്തതാണ്. ഇതെല്ലാം ചേർത്തിട്ട് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരികയല്ലേ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ മണം കംപ്ലീറ്റ് ആയിട്ട് ആ കറിയിൽ എപ്പോഴും നിലനിൽക്കും. ഇതിനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. കാര്യം നമ്മുടെ ആ ചേർത്തിരിക്കുന്ന മസാലയുടെ ഒരു വെള്ളം ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. ആക്ച്വലി അതിന് വെള്ളം വേണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തായിരുന്നേ. എന്ന് വെച്ചാൽ തക്കാളിയൊക്കെ അരയുമ്പോൾ തന്നെ വെള്ളമാണെന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനാന്ന് വിചാരിച്ചോ, അന്നേരം ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് വെച്ചാൽ ഞാൻ അത് അരച്ചെടുത്തത്. അന്നേരം ആ വെള്ളം ഒന്ന് പറ്റാനുള്ള സമയവും എണ്ണ തെളിയാനുള്ള സമയവും വേണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി, ഒരു ഇച്ചിരി സമയം കൂടെ കിടന്നോട്ടെ. നമ്മുടെ ഗ്രേവി കംപ്ലീറ്റ് എന്നാ പറയാ, പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി വെച്ച് നമ്മളിനി നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാ. പിന്നെ ഇതിന്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം അതനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഫ്രഷ് ക്രീമാണ്. അപ്പൊ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ അറിയാലോ അതിന്റെ ആയ വ്യത്യാസം അതിനെന്തായാലും ഉണ്ടാവും. പിന്നെ ക്രീം അല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ല കേട്ടോ, സോറി. അപ്പൊ പിന്നെ ഫ്രഷ് ക്രീം ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയാ, ഇതൊക്കെ നമ്മുടെ ബട്ടർ ചിക്കന്റെ ഒരു ഫാമിലിയിൽ പെടുന്ന ആൾക്കാരാ ഈ പറയുന്ന. ഈ ഗ്രേവി ചെയ്തു വരുമ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റ്. പക്ഷെ പെരി പെരി ചിക്കന് വേറെ ടേസ്റ്റ് ആണ്, അത് വേറെ കാര്യം. ഇത് ബട്ടർ ചിക്കൻ, ബട്ടർ റൈസ്, അങ്ങനെ പ്ലെയിൻ റൈസസിനൂടെ കഴിക്കാനാ, പ്ലെയിൻ ഫ്രൈഡ് റൈസ് ഇല്ലേ, അങ്ങനെയൊക്കെ കഴിക്കാനാ നല്ല ടേസ്റ്റ്. കാരണം ഇതിന്റെ ഒരു ഫ്ലേവർ എന്നാന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്ലെയിൻ റൈസിൻ്റെ കൂടെ കഴിക്കുന്ന ഏറ്റവും നല്ലത്. അതല്ല ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ എന്നതാണെങ്കിൽ അതും വലിയ കുഴപ്പം വരികയില്ല. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈ ഫ്രഷ് ക്രീം ചേർക്കുക. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഗ്രേവി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒന്ന് ഒഴിക്കുക. ഇത് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം, ഗ്രേവി ഇല്ലാതെ. ഇനി ചെയ്യേണ്ടത് നിറച്ച് മല്ലിയില മാത്രം ഇതിനകത്ത് ഇട്ടാൽ മതി. പക്ഷെ അതിപ്പോൾ ഇടണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഇട്ടാൽ മതിയേ. ഇതിനകത്ത് ഇനി നമ്മുടെ ഈ ചിക്കനകത്തുള്ള ഗ്രേവിയുടെ, അതായത് നമ്മൾ അതിനകത്ത് മാരിനേഷൻ നടത്തിയായിരുന്നല്ലോ, അതെല്ലാം ഇനി ഗ്രേവിക്കകത്തോട്ട് ഇറങ്ങണം. ഗ്രേവിക്കകത്തുള്ള സാധനം കംപ്ലീറ്റ് അതിനകത്തുള്ള നാരങ്ങ നീര്, വിനാഗിരി ഇതെല്ലാം നമ്മുടെ ചിക്കനിലോട്ട് പിടിക്കുകയും വേണം. അതായിട്ട് ഒരു ഇച്ചിരി സമയം കൊടുക്കണം. സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം വേണ്ട. ബിക്കോസ് ചിക്കൻ ഇങ്ങനെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് അതിന് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട്
വലിയ വേവില്ല, നമ്മൾ വറക്കുമ്പോൾ തന്നെ അത് പകുതിയും മുക്കാലും വെന്ത് കഴിയും. പിന്നെ ഉള്ളത് ഈ ഗ്രേവി തമ്മിലുള്ള ഒരു എന്താ പറയുക മെർജിങ് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഒന്ന് ചേരാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക. സമയം എന്ന് പറയുന്നത് വെച്ചാൽ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത എണ്ണ എല്ലാം നല്ലോണം തെളിഞ്ഞു വരും നമ്മുടെ ഗ്രേവിയിലേക്ക്. അപ്പത്തേക്ക് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഉപ്പ്, എരിവ്, പുളി, അതായത് ആ സാധനങ്ങളൊന്നും ഇനി ചേർക്കാൻ പറ്റിയല്ല, ഉപ്പ് ഒഴിച്ച്. ബാക്കിയെല്ലാം നമുക്ക് ആ എന്താ പറയുക ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് വേണം നമ്മൾ അതിന്റെ എന്താ പറയാ ഫ്ലേവർ എല്ലാം നോക്കാനായിട്ട്. ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അന്നേരം ചേർത്തോണം. ഇനി ഇതിന്റെ ഇത്രയും മെനക്കെടുന്ന എന്തിനാന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആനീസ് കിച്ചണിൽ വരുന്ന ഓരോ ഗസ്റ്റും എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടും എൻ്റെ അടുക്കളയിലേക്ക് എന്നെ അന്വേഷിച്ച് വന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഒത്ത വിശേഷങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചു പോകുന്നവർക്ക് സ്പെഷ്യൽ തന്നെ കൊടുക്കണം അല്ലേ ഇന്ന് എൻ്റെ പോളിസി. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ജോമോൻ ജ്യോതിരും അന്ന പ്രസാദുമാണ്. അറിയാം ജോമോനെ ഇപ്പം എല്ലാവർക്കും അറിയാം, മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട നടനായി മാറുന്നുണ്ട്. അന്നേനെ പിന്നെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, പക്ഷേ ബട്ട് സ്റ്റിൽ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ആനീസ് കിച്ചണിൽ പറയുന്ന വിശേഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. ടീച്ചർ സ്കൂളിൽ വരുന്ന പോലെ എന്നതായത് ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ 2 സ്റ്റുഡൻസ് ഒക്കെ എണീക്കുന്നത്. ശരിക്കും ജോമോന്റെ പെർഫോമൻസ് ഒക്കെ ഒത്തിരി എനിക്ക് ആരൊക്കെയോ വന്നു പോയി ആ ഒരു പെർഫോമൻസിൽ. പക്ഷെ നല്ലതായിട്ട് ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ നോബിയായിട്ട് ഭയങ്കരമായിട്ട് വന്നു കേട്ടോ. അപ്പനും മോനുമായിട്ട് പിന്നെ അന്നയുടെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. അന്ന ഇപ്പൊ ഫസ്റ്റ് മൂവി ചെയ്യല്ലേ, അതിന്റെ ഒരു വിശേഷമൊക്കെ പറഞ്ഞേ. എന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവിയാണ്. ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. അഭിനയിച്ചപ്പോ ഉണ്ടായിരുന്നോ? അഭിനയിച്ചപ്പോ നല്ലോണം ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മള് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും. യൂട്യൂബ് വ്ലോഗറിന് ഇങ്ങനെ പേടിയുണ്ടോ? പിന്നെ എനിക്ക് ക്യാമറ കണ്ടാ പേടിയാ. ക്യാമറ കണ്ടാ പേടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമേ ഇല്ല. കാര്യം യൂട്യൂബ് വ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ അത് ചെയ്യുന്നത്. അങ്ങനെയല്ല, എന്നാലും അത് നമ്മുടെ സ്വന്തം ക്യാമറ ആകുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു കോൺഫിഡൻസ്, ഹൗ ടു ഫേസ് എ പബ്ലിക്, ഹൗ ടു ഫേസ് എവറി വൺ, അതൊരു ആ ഒരു സാധനം മാറി കിട്ടുമല്ലേ? അത് കിട്ടും. പക്ഷെ എന്നാലും എനിക്ക് അന്നയുടെ പ്രൊഫൈൽസ് ഇൻസ്റ്റ ഒക്കെ കാണുമ്പോ നമുക്ക് അത് ആ ഫീലിംഗേ ഇല്ല കേട്ടോ. എപ്പോഴാ മനസ്സിലാവുന്ന തന്നെ ഇങ്ങനെ വിറച്ചായിരിക്കുന്നതെന്ന്. ഓക്കെ, അതിന്റെ വിശേഷം എങ്ങനെയായിരുന്നു? ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. കാരണം ഫസ്റ്റ് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മൂവിയിൽ ആക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് ഇത്ര നല്ലൊരു ക്രൂവിന്റെ കൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ടീമായിരുന്നു എല്ലാവരും. ഇഷ്ടമായിരുന്നു ഫിലിമിലേക്ക് വരണം. അപ്പൊ അതിന് മുമ്പ് എന്തെങ്കിലും പ്രിപ്പറേഷൻ, ഐ മീൻ വല്ല മോഡലിംഗ്, അഡ്വർടൈസിങ്? ഞാനിങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ റിയാലിറ്റി ഷോ അങ്ങനെ ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഓഡീഷൻസ് കൊടുക്കുക അങ്ങനെ. അപ്പൊ ചിലത് വരും, പിന്നെ ചിലപ്പോൾ ക്യാരക്ടർ മാച്ച് ആവില്ല, അപ്പൊ അങ്ങനെ പോകുമ്പോൾ അങ്ങനെയായിരുന്നു. ഡ്രീം കം ട്രൂ ആയിരുന്നു ഒരു ആർട്ടിസ്റ്റ്. അതായത് പഠിച്ച് ഡോക്ടർ ആവണം എന്ന് പറയുന്ന പോലെ എനിക്കൊരു ആക്ട്രസ് ആവണം എന്നുണ്ടായിരുന്നു. പ്ലസ് നല്ലൊരു ഡാൻസർ ആവണം എന്നുണ്ടായിരുന്നു. ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പെർഫോമൻസ് എവിടെയാ? ഡാൻസർ ആണ് ആക്ച്വലി ബേസിക്കലി. ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കുക, എവിടെ ഡാൻസ് പെർഫോം ചെയ്ത ഫസ്റ്റ്? ഞാൻ കുഞ്ഞിന് 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാ ക്ലാസിക്കല്. സിനിമയുടെ പേരെന്നാ? ഇന്നസെന്റ്. അതുപോലെ ഞങ്ങൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള പിള്ളേരെ പോലെയാണ് ഞങ്ങൾ ഇത് പോരാന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു മൈക്ക് ഇങ്ങനെ കൊടുക്കും. വീട്ടിൽ വിളിക്ക് വന്നാൽ അപ്പനമ്മ വഴക്ക് പറയുമല്ലേ, ഒച്ച പറയാമോ അല്ലേ? കണ്ടോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ജോമോൻ എന്നാ ജോമോൻ വിശേഷം പറ. ഇന്നസെന്റ് സിനിമയെ കുറിച്ചിട്ടുള്ള വിശേഷം എന്നാ? കോമഡി പടമാണ് ചേച്ചി. അത്യാവശ്യം എല്ലാവരും അൽത്താഫൊക്കെ ഉണ്ട്, ഞാനുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അന്ന എന്നതാ കഥ? എന്നതാ? ആക്ഷേപഹാസ്യം പരിപാടിയാ. അത് അന്നയ്ക്കറിയാം, എനിക്കറിയാമല്ലോ, എന്നെ നോക്കി പറഞ്ഞതാ. ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒരു പരിപാടിയാ. അത് എല്ലാരും സാധാരണക്കാരുമായിട്ട് കണക്ട് ചെയ്ത് ഉള്ള ഒരു നല്ലോണം റിലേറ്റ് ചെയ്യാൻ നോക്കും. ആരാ കഥ? സതീഷ് തമ്പി എന്ന് പറയുന്ന. അപ്പൊ ഈ കോമഡി ഒക്കെ ശരിക്കും ജോമോൻ ആ സെറ്റിൽ വെച്ച് ഇംപ്രവൈസേഷൻ ചെയ്യാറുണ്ടോ? ഓരോ ഡയറക്ടർ വിപിൻ ദാസേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാരും ഡയറക്ടറും നമ്മളെല്ലാരും കൂടെ ഒക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ടൊക്കെ ഡയലോഗ്സുകളൊക്കെ മാറ്റി. ജോമോന്റെ ഹിസ്റ്ററി ചോദിക്കുവാണെങ്കിൽ ജോമോൻ എങ്ങനെയാ? വല്ലതും ആർട്ടിസ്റ്റ് ആയിരുന്നോ? ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി നടന്നതാ. പിന്നെ സ്വന്തമായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത്
അങ്ങനെ അങ്ങനെ ആക്ടർ ആവാൻ ഇഷ്ടമായിരുന്നു. ആ ഓക്കെ. അപ്പൊ ശരിക്കും ജോമോന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും വിചാരിച്ചെന്നറിയാം, നമുക്ക് ശരിക്കും ഭയങ്കര കല നിറഞ്ഞ കുട്ടികൾ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് കേട്ടോ. അത് ഒരിക്കലും ഒരാദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന പോലെ അല്ല ഞാൻ ആ ഫിലിമിലൊക്കെ കണ്ടത്. ഭയങ്കര നല്ല പെർഫോമൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത് കേട്ടോ. സിനിമയിൽ വരുന്നതിന് മുമ്പ് യൂട്യൂബില് വെബ് സീരീസ് പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ. അതൊക്കെ കോമഡിയാണോ ചെയ്തേ? ആ ജോമോന് ശരിക്കും കോമഡിയാണോ വഴങ്ങുന്നേ? എനിക്കറിയില്ല, അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഐബ്രോസ് വെച്ചിട്ടും ഒക്കെ ഉള്ള എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഇത് എളുപ്പമല്ല ജോമോനെ ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കോമഡി പെർഫോം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ 3rd person ചിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് വർക്ക്ഔട്ട് ആവില്ലല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഐ ഷുഡ് അപ്രിഷിയേറ്റ് യു. ശരിക്കും അപ്രിസിയേഷൻ എൻ്റെ ഒന്നും അല്ല, ഇത് മലയാള പ്രേക്ഷകർ മുഴുവൻ ജോമോന്റെ കൂടെ നിൽക്കുന്ന ഒരു കാര്യം. അതിനേക്കാട്ടിലും വലിയൊരു വിശേഷം ചോദിക്കേണ്ട അറിയോ, നിങ്ങളുടെയൊക്കെ ട്രെൻഡിങ് വാഴ വന്നപ്പോ വാഴ 2 വരുന്നു എന്ന് പറഞ്ഞു, അതിനെ പറ്റി വിശേഷം എന്തായി? വാഴ 2 ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ദിവസം ഷൂട്ടുണ്ട്. ആഷിറും ടീമും ഒക്കെയാണ്. സെയിം ക്രൂ മെമ്പേഴ്സ്? അല്ലല്ല, ക്രൂ മെമ്പേഴ്സ് അവരാണ്, പക്ഷെ ആക്ടേഴ്സ് പുതിയ ആഷിർ എന്ന് പറയുന്ന പയ്യനാ. ഈ പടത്തിനകത്തെ നമ്മുടെ ആ എന്നാ പറയുന്ന ആ സൗത്ത് ആഫ്രിക്കയിലുള്ള കിളിപ്പോൾ പുള്ളിയെ മലയാളം പഠിപ്പിച്ചോ? പുള്ളി നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് ഇപ്പൊ. പുള്ളി സംസാരിക്കും. ആണോ? പുള്ളിക്ക് വർത്താനം പറയാൻ അറിയാവോ? മനസ്സിലാവോ പുള്ളിക്ക് എന്നതായി പറയുന്നതെന്നും കേൾക്കുന്നതെന്നും ഒക്കെ? പാട്ട് പാടും, ഓക്കെ, ദാറ്റ് ഇസ് ലിപ് മൂവ്മെന്റ്, ഓക്കെ. പക്ഷെ എന്നാലും അർത്ഥമൊക്കെ മനസ്സിലാവുന്നുണ്ടോ പുള്ളിക്ക്? പുള്ളിക്ക് കേരളയിൽ വന്നിട്ട് എന്നതായിരുന്നു പുള്ളിയുടെ ഇംപ്രഷൻ? പുള്ളി ഇവിടെ വന്നു പടത്തിന് വേണ്ടി. ജോമോൻ ഒന്നും മിണ്ടിയില്ലെന്ന് തോന്നുന്നുണ്ടേ അധികം. അല്ല, ഞാൻ ഇംഗ്ലീഷിൽ എന്നാലും ഞാൻ പറയുന്നത് അതാണ് പ്രശ്നം. പുള്ളി നമ്മുടെ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു അല്ലേ? സത്യം. ഓക്കെ. നിങ്ങളുടെ ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു ഈ പടത്തില്? ഫോണിൽ സംസാരിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. അതിന് പേടിയുണ്ടായിരുന്നു? അതിന് നല്ല പേടിയുണ്ടായിരുന്നു. പേടിയാ? അല്ല, പക്ഷെ അത് ഓക്കെ ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നൊരു സമാധാനം, പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ടീമായിട്ടും കംഫർട്ടബിൾ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ മാറി കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ഓക്കെ. ജോമോൻ ഇപ്പൊ ജോമോന് 10 പേരെല്ലാരും അറിയാൻ തുടങ്ങി, ജോമോൻ ഒരു സെലിബ്രിറ്റി ആയി, ജോമോന് ഫാൻസ് ആയി, ഓക്കെ. അത് എങ്ങനെയാ ജോമോൻ കാണുന്നത്? അല്ലെ, ഞാനിതൊക്കെ മുമ്പ് സ്വപ്നം കണ്ട കാര്യങ്ങളാണ്. അപ്പൊ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു ഇതിനു മുന്നേ? അങ്ങനെയല്ല, അതിൽ എല്ലാരും തിരിച്ചറിയണമെന്നല്ല, ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുമ്പോൾ ഹാപ്പിയാണ്. സിനിമ നടനാകണമെന്നൊക്കെ പറഞ്ഞ ആരും അങ്ങനെ മൈൻഡ് ചെയ്താത്തപ്പോ സങ്കടം വന്നു? മൈൻഡ് ചെയ്യാത്തല്ല, സപ്പോർട്ട് ചെയ്യില്ല. അത് വീട്ടിൽ നിന്ന് ആരും സപ്പോർട്ട് ആയില്ല? വീട്ടിൽ നിന്ന് കുഴപ്പമില്ല, ബന്ധുക്കളാണ് പ്രശ്നം. അവര് നമുക്ക് ഹാപ്പി അല്ലേ? ഹാപ്പി ആയിരിക്കും. എന്നാ ജോമോനെ? അല്ല, ഇപ്പൊ ജോമോൻ തെളിയിച്ചു കാണിച്ചില്ലേ ആസ് ആൻ ആക്ടർ? കൺഫ്യൂഷൻ മൊത്തത്തില്. കൺഫ്യൂഷൻ. ജോമോൻ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇതുവരെ ചെയ്തത്? ജോമോൻ അറിഞ്ഞ് പെർഫോം ചെയ്ത് വാഴയിലെ പെർഫോമൻസ്, ഓക്കെ. പിന്നെ ജോമോന് ചെയ്യാൻ ഇഷ്ടമുള്ളത് കോമഡി ജോണേഴ്സ്? അല്ല, എനിക്കിപ്പം കുറച്ച് ക്യാരക്ടർ പരിപാടികൾ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതൊക്കെ ഒന്ന് വിട്ടു മാറി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ വരുന്നുണ്ടോ അങ്ങനത്തെ? 1-2 പരിപാടികൾ വന്നായിരുന്നു, അത് ചെയ്യാനായിട്ട് നിൽക്കുന്നു. ഓക്കെ. അന്നയ്ക്കോ? എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ പടം റിലീസ് ആയതിനു ശേഷം അല്ലെ അന്നയുടെ ക്യാരക്ടർ ശരിക്കും ഇവരിൽ വൺ അമംഗ് ദ ഇന്നസെന്റ് ഗേൾ അത്രേ ഉള്ളൂ? ആക്ച്വലി ഞാൻ അൽത്താഫിക്കയുടെ ഒരു ഫിയോൺസയുടെ ക്യാരക്ടറാണ് ആക്ച്വലി. അപ്പൊ അതിന്ന് തന്നെ ട്വിസ്റ്റോ അങ്ങനെ തന്നെ പറയാൻ സമ്മതിക്കില്ല, പക്ഷെ എന്നാലും ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ട്വിസ്റ്റിലാണ് മൊത്തം ഈ കഥ പോകുന്നത്. ആക്ച്വലി നമ്മുടെ പ്രേക്ഷകർ ഇത് കാണാൻ പോണെങ്കിലുള്ള അട്രാക്ഷൻ എന്നതായിരിക്കും? സാധാരണക്കാരന്റെ കഥയായിരിക്കും, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ബസ്സിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ കാര്യം. ശരിക്കും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ തന്നെയാണോ? ഇല്ലല്ല, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ജോമോന്റെ പെർഫോമൻസ് വെച്ച് ഞങ്ങളെ പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത് എന്നറിയോ? ജോമോൻ പക്ക ജോളി ക്യാരക്ടറാണ്. അഭിനയിച്ചെന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത്ര സോഫ്റ്റ് ആണെന്ന് ശരിക്കും ഞാൻ കണ്ടപ്പോ ഇങ്ങനെ സോഫ്റ്റ് ആട്ടോ. ആ ഹോൾ ഫിലിം സോഫ്റ്റ് ആക്ച്വലി ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല. അപ്പൊ ഞങ്ങള് കണ്ടത് ബസൂക്ക. പിന്നെ നമ്മുടെ ഇതിന്റെ മൂവിയുടെ പ്രൊമോ സോങ്ങിന്റെ ഷൂട്ടിലും കൂടെ അങ്ങനെയും പരിചയപ്പെട്ടായിരുന്നു. ഇപ്പത്തെ ജനറേഷൻ, ഇപ്പൊ 90s ആ സമയത്തൊക്കെ ഫിലിംസ് ഒക്കെ കാണാറുണ്ടോ?
ഇഷ്ടമാണോ അന്നത്തെ ഫിലിംസ് ഒക്കെ? അത് കണ്ടിട്ടാണോ ഇൻസ്പയർഡ് ആയത് ഇങ്ങനെ ആക്ടർ ആവണം എന്നും? 2000 ഫിലിംസ് സിനിമകൾ. എന്റെ മാമനൊരു തിയേറ്ററിൽ ഇതുപോലെ ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിരുന്നു പുള്ളി, പെട്ടി കൊടുക്കുന്ന ഫിലിമിന്റെ. അപ്പം പുള്ളിയോട് ഞാൻ പോയി സിനിമ സ്ഥിരം കാണുമായിരുന്നു ആ സമയത്ത് ഇറങ്ങിയ നമ്മുടെ ലാലേട്ടന്റെ സ്ഫടികം. ഇഷ്ടമാണ്. അന്ന് പോലുള്ള എല്ലാ പടങ്ങളും നിരത്തി കാണുമായിരുന്നു. കണ്ട് ഇഷ്ടം തോന്നിയത്. ഓക്കെ. പക്ഷെ ജോമോന് ഒരു സീരിയസ് ക്യാരക്ടർ ഒന്നും ഞങ്ങളിപ്പം ജോമോന്റെ ഫേസിലേ കാണുന്നില്ല. പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു ജോമോന്, സത്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, അല്ലാതെ പറയാം. പിന്നെ ഫിലിമിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ? അന്ന ഇപ്പൊ വന്നേ ഉള്ളു, അതുകൊണ്ട് പിന്നെ അത് പറ്റത്തില്ല. എനിക്ക് ഉത്തരം പറയണ്ടല്ലോ. രോമാഞ്ചത്തിൽ വന്ന നമ്മുടെ ടീമുണ്ട്, സിജു, സണ്ണി, അബിൻ. നിങ്ങളൊരു ടീം വർക്ക് ആണോ എപ്പോഴും? നമ്മളന്ന് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. ഞാനും സിജു സണ്ണിയൊക്കെ കണ്ടന്റുകൾ ചെയ്തിരുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ആ സിനിമയിൽ വിളിച്ചത് നമ്മൾ ഒരുമിച്ചാ വിളിച്ചത്. അതിന് മുമ്പ് ഒരു ചാറ്റിംഗ്. ശരിക്കും ഈ ഫീൽഡിലേക്ക് വന്ന എങ്ങനെയാ? ഇത് കണ്ടിട്ട് ആള് വിളിച്ചതാ? അതിനകത്ത് ശരിക്കും പെർഫോമൻസ് കോമഡി ആയിരുന്നു? കോമഡി ഇതായിരുന്നു. ഒരു നരസിംഹത്തിന്റെ ഒക്കെ സ്പൂഫ് ഉണ്ടായിരുന്നു. ഏത് സീനാ ചെയ്തേ? മറ്റേ മണപ്പള്ളി മാധവന്റെ അവിടെ അസ്ഥി ഒഴുക്കാൻ വേണ്ടി വരുന്നില്ലേ, അത്. ഓക്കെ. ഈ ശരിക്കും ജോമോന്റെ എക്സ്പ്രഷനിലേക്ക് പുരികം വെച്ചിട്ടുള്ള കളിയൊക്കെ പ്രാക്ടീസ് വൈസ് ചെയ്താണോ? അങ്ങനെയാണോ? ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. മിറർ വർക്ക് അങ്ങനെയൊന്നുമില്ല? ചെറിയ ചെറിയ പരിപാടികള്. എങ്ങനെ കറക്ഷൻ? ഞാൻ കരഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട് 100 തവണ കണ്ണാടിയിൽ. ഇന്ന് വരെ ആ ക്യാരക്ടറിന് ഉപയോഗപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാ എങ്ങനെ കരയും? ചുമ്മാ അയ്യോ എന്ന് പറഞ്ഞറിയോ? അല്ല, കണ്ണീർ. അപ്പൊ ശരിക്കും സ്വന്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് കറക്റ്റ് ചെയ്യും? അല്ല വേറെ ആരെങ്കിലും ഇങ്ങനെ തെറ്റ് പറഞ്ഞു നോക്കി ചെയ്തിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യും മതി. ഇത്ര ചെയ്തപ്പോഴേ എന്ത് നല്ല പെർഫോമൻസ് ആന്ന് നോക്കിയേ. അപ്പൊ ശരിക്കും ഭയങ്കരമായിട്ട് നോക്കുകയാണെങ്കിൽ എന്ത് നല്ല ആർട്ടിസ്റ്റാ ജോമോനെ. എന്താ ടെൻഷൻ അടിച്ചിട്ട്? അല്ല, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡൈനിങ് റൂമിലോട്ട് പോവാം. ഡൈനിങ് റൂമിൽ ഇപ്പൊ നമ്മളൊക്കെ പറയത്തില്ലേ, നമ്മുടെ അടുക്കളയില് നമ്മുടെ മേശയിലിരുന്ന് എല്ലാരും കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് വിശേഷം കൂടുതലും പറയുന്നത് അല്ലേ? കഴിച്ചു കഴിഞ്ഞാലും ആ പാത്രം ഇങ്ങനെ തൊട്ട് പിടിച്ചൊക്കെ വിശേഷമൊക്കെ പറഞ്ഞു വെച്ചാൽ എണീക്കത്തുള്ളൂ. സത്യമല്ലേ? എല്ലാ വീടുകളിലും ഉള്ളതാ. അങ്ങനെയാണെങ്കിൽ എന്റെ അടുക്കളയിൽ ചെന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞാലോ? അവിടെ ഇരുന്നേച്ച് ചേച്ചി ഇല്ല ചേച്ചി എന്ന് വല്ലതും പറഞ്ഞ എനിക്ക് വിശേഷം കേട്ടേ പറ്റത്തുള്ളൂ. നിങ്ങളെ മിണ്ടിക്കാൻ വേണ്ടി തന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇവിടെ ഭയങ്കര പേടിയായിട്ട് ലിവിംഗ് റൂമിൽ ഇരുന്നൊക്കെ വർത്താനം പറയാൻ പേടിയാന്നേ. കുഴപ്പമില്ല, നമുക്ക് ഡൈനിങ്ങിൽ പോയാലോ? ഓക്കെ, ബാ. ഇവിടെ വന്നിരിക്കുമ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നമല്ല. ശരിക്കും നിങ്ങൾ വിശന്നാണോ വന്നേ? ഞാൻ പക്ഷേ ഷോക്ക് വരുന്നതുകൊണ്ട് ഉച്ചക്കൊന്നും കഴിച്ചില്ല. ഞാനും. കഴിച്ചിട്ട് സംസാരിക്കാനാണോ കഴിച്ചോണ്ട് സംസാരിക്കാനാണോ? സംസാരിക്കാൻ ആണല്ലേ? അപ്പൊ ഞാൻ വിളപ്പാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ. പക്ഷെ എന്നോട് വർത്താനം പറയണം. ഉറപ്പായും. എനിക്ക് വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണേ. എനിക്ക് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാവോ, നിങ്ങൾക്കൊക്കെ എന്നോട് പിണക്ക വന്നു ഇല്ലല്ലേ? നമ്മള് ഫ്രണ്ട്സ് അല്ലേ, ഭയങ്കര ജോളി അല്ലേ? നേരത്തെ ജോമോൻ കാണിച്ച എങ്ങനെയല്ലേ? എന്റെ അമ്മ ഒത്തിരി ഇരിക്കരുത് അല്ലേ? ഇവിടെ അങ്ങനെയില്ല. ഞാൻ അങ്ങനെ അതൊന്നും എനിക്ക് ഇപ്പൊ തൽക്കാലം ഇടി മതി, പിന്നെ നമുക്ക് ബാക്കി കളിക്കാം. അതെന്നെ ബാക്കി എനിക്ക് ഇട്ടോ, കുഴപ്പമില്ല. അല്ല, ഞാൻ ഡയറ്റാ, എന്നാലും ഇച്ചിരി കൂടി ഇട്ടോ. അല്ല പക്ഷെ എനിക്ക് സന്തോഷമാണ്. ജോമോ മെരിഞ്ഞാ കൊള്ളുവല്ല കേട്ടോ. ജോമോൻ ഇതാ നല്ലത്. പിന്നെ എന്നത്തിനാ മെരിയുന്നേ? ജോമോ മെരിഞ്ഞാ കൊള്ളുകയല്ല കേട്ടോ. ഞങ്ങള് പ്രേക്ഷകർക്കൊക്കെ ജോമോൻ ഇങ്ങനെ കാണാനാ ഇഷ്ടം. പക്ഷെ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് നോക്കിക്കോണം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യം കേട്ടോ. അതിനോടൊന്നും ഞാനൊന്നും പറയുകയല്ല. ചിക്കൻ കറി അല്ല, വേറെ എന്തോ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നില്ല. അതെ, എന്റെ ഒരു പരീക്ഷണ ജോമോനെ. എന്താ ചേച്ചി പേര്? ഞാൻ നമ്മുടെ പെരി പെരി ചിക്കൻ ഇല്ലേ, അതിനെ ഒന്ന് ഗ്രേവി ആക്കി എടുത്തോ. അപ്പൊ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ കഴിച്ചാലേ പറയാനൊക്കത്തുള്ളൂ. അതെ, ഈ ഫസ്റ്റ് ഫിലിം വീട്ടിൽ നിന്ന് എല്ലാരും കാണാൻ പോയോ? രോമാഞ്ചം ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പോയി. എന്നാ പറഞ്ഞ അഭിപ്രായം? അവർക്കൊക്കെ പുതിയ അനുഭവം അല്ലായിരുന്ന ആദ്യമായിട്ട്? മോനെ സ്ക്രീനിൽ കാണുമല്ലേ?
അന്നേരം അപ്പനും അമ്മയ്ക്ക് എന്നാ പറഞ്ഞു? ഹാപ്പി ആയിരുന്നു ഇവര് രണ്ടുപേരും. മോന്റെ ഈ ശ്രമത്തിന്റെ വിജയം അച്ഛനും അമ്മയുടെ ഫേസിൽ കണ്ടില്ലേ? ആ ഏ? അച്ഛന് മുമ്പ് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛൻ ട്രിവാൻഡ്രത്ത് ആണോ? എനിക്ക് ഷാഹിസാറിന്റെ ഒക്കെ അവിടെ വന്ന് കാണും തോന്നുന്നു. അയ്യോ, അയ്യോ പാവം. ആ സമയത്തൊക്കെ അച്ഛൻ ട്രിവാൻഡ്രത്ത് എപ്പോഴേലും അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നീട് ഞാൻ ജനിച്ചപ്പോ പിന്നെ പുള്ളി വേറെ പ്രാരബ്ധം പരിപാടികളായിട്ട് മാറി. ജോമോൻ എന്താ രസമാണ്. ഞാൻ ജനിച്ചതിന് ശേഷം അച്ഛൻ പ്രാരാബ്ധമായി. പിന്നെ ഒരു കൊച്ചു ജനിച്ച എന്തെങ്കിലും പ്രാരബ്ധങ്ങൾ പിന്നെ കാണൂലേ, തീർച്ചയായിട്ടും പൈസ ഫണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ വേണ്ടേ. ആ പുള്ളി അത് ഉപേക്ഷിച്ചിട്ട് ഗൾഫിലോട്ട് പോയി. ജോലിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കുടുംബം നടത്താന്നും പറഞ്ഞ അച്ഛൻ നടന്നു അല്ലേ? ആ, പക്ഷെ അച്ഛൻ ചെയ്യാൻ പറ്റാത്ത മകനിൽ കൂടെ കാണുമ്പോ ഏതൊരു അച്ഛനും ഒരു സന്തോഷം ഉണ്ടാവും സന്തോഷമാണ്. അല്ലേ? ഇനിയിപ്പോ ഇത്രയും ഫിലിംസ് ജോമോൻ ചെയ്തില്ലേ, ഒരു ഡയറക്ടറിന്റെ ഒരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? വിപിൻ ദാസേട്ടൻ്റെ ആ ഒരു ഇന്റർവ്യൂല് പുള്ളി ഞാൻ അവിടെ ഇല്ലായിരുന്നു, പുള്ളി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഞാൻ കുറച്ച് കാര്യങ്ങള് കുറച്ച് കാര്യങ്ങൾ എന്നാ കാര്യമാ ജോമോനെ? അത് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞാൽ അത് മോശമല്ലേ എന്നെ ഒരിക്കലല്ല, ഇത് ഒരാള് ജോമോനെ കുറിച്ച് പറഞ്ഞതാ ജോമോൻ പറയുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നല്ല നന്നായിട്ട് അഭിനയിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചപ്പോ എനിക്കത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. ജോമോന് ഫ്യൂച്ചർ എന്താണ് ഇപ്പൊ അന്ന് മാനിഫെസ്റ്റ് ചെയ്ത പോലെ? ഇനിയുള്ള ഫ്യൂച്ചർ എന്താണ് സ്വപ്നം കാണുന്നത്? ഫ്യൂച്ചർ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്തു പോകണമെന്നാണ്. സീരിയസ് ആയാലും ഹ്യൂമർ ആയാലും എല്ലാം. ഓക്കെ, എനിക്ക് സീരിയസ് പരിപാടികൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് പറ്റൂലെന്ന് കുറച്ച് പേർ ഇങ്ങനെ പറയാനുണ്ടെങ്കിലും എനിക്കതൊന്ന് ബ്രേക്ക് ചെയ്ത് പ്രൂവ് ചെയ്യണം അല്ലെ? നമ്മളെ കൊണ്ട് പറ്റുകയില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു കഴിവിൽ കൂടെ നമ്മൾ പ്രൂവ് ചെയ്ത് അവർ തിരിച്ച് റിവെഞ്ച് കാണിക്കാൻ പറ്റുള്ളൂ. അതല്ലേ ഏറ്റവും നല്ലത്. സ്വപ്നം കാണുവാണോ ജോമോനെ? ഹലോ, പറഞ്ഞത് ഇങ്ങനെ കറക്റ്റാ. അപ്പൊ നെഗറ്റീവ് പറഞ്ഞവരെല്ലാരും അടഞ്ഞു കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ ഹാപ്പി ആയി. ഞാൻ കഴിക്കട്ടെ. കഴിച്ചോളൂ കേട്ടോ. ഞാൻ എന്നാന്നറിയോ ജോമോനെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ചേച്ചി ആക്ച്വലി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ കൊതിയ ഞാൻ എങ്ങനെ ഇങ്ങനെ പറയാൻ എങ്ങനെ പറ്റും, ഇങ്ങനെ സംസാരിക്കാൻ കുറെ ശ്രമിച്ചതാ ഞാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നയുടെ ഒരു കഴിവ് എനിക്കില്ല. അതറിയാവോ? എന്നതാ? ഡാൻസ്. അല്ല അങ്ങനെ പറയുന്നു ചേച്ചി. എനിക്ക് ഒട്ടുമില്ല. എന്റെ പൊന്നു മോളെ, ഡാൻസ് ഒന്നും നമുക്ക് സൈഡിൽ കൂടെ പോലും നമുക്ക് ഇല്ലാത്ത കഴിവുണ്ട് നമുക്ക് പറയാൻ സമ്മതിക്കാൻ നോക്കൂ. ഇല്ല, ഞാൻ ഡാൻസ് ജോമോൻ എവിടെയെങ്കിലും ഞാൻ ഡാൻസ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല, ജോമോനെ ആലോചിച്ചാൽ പോലും കിട്ടാൻ പോകുന്നില്ല, വെറുതെ. അല്ല, അന്ന ഫിലിമില് വരുന്നതിന് മുമ്പ് കൊറിയോഗ്രാഫി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഞാനും ഒരു കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട് മൂവിയില്. ഇത് മിക്കവാറും എനിക്ക് ഡാൻസ് പഠിപ്പിച്ചിട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ആ വഴിക്ക് വന്നിട്ടില്ല കേട്ടോ ജോമോൻ. ആക്ച്വലി അങ്ങനെ മെഡിക്കാവണ്ട അതല്ലേ ജോമോനെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ശരിക്കും ജോമോന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് ഡാൻസ് പഠിക്കാനാണോ അതോ? എനിക്ക് ഡാൻസ് ഞാൻ ഇന്നസെന്റിൽ ഒരു സോങ്ങിൽ ഞാൻ മാറി വിളിച്ചോളാം. എനിക്ക് പറ്റണില്ല ചേച്ചി, ഒട്ടും പറ്റണില്ല. പക്ഷെ ഒന്ന് ശ്രമിച്ചാ വരും കേട്ടോ. ആ ഒരു താളബോധമൊക്കെ ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി അല്ലേ? എനിക്ക് വികാരങ്ങൾ കാണാൻ പറ്റുന്നില്ല ജോമോന്. അല്ല ഉണ്ട്, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആണെങ്കിൽ നമുക്കൊരാൾ കളിക്കുമ്പോ അറിയാലോ ബോഡിയിൽ അത് വഴങ്ങോ അല്ലെങ്കിൽ താളബോധം അതുണ്ട് എന്തായാലും. അത് മതി ജോമോന്. ഡാൻസ് ഒന്നും പഠിച്ചില്ലേലും കുഴപ്പമില്ല. ഇനി ഞാനൊരു കാര്യം ഡാൻസ് പഠിക്കാൻ പറഞ്ഞാൽ ചേച്ചി പറഞ്ഞോണ്ട് പഠിക്കുന്നില്ല. അതാണ് എല്ലാരും കണ്ടുപിടിക്കുന്നത്. ആരെങ്കിലും ഒരാള് പറയാൻ നോക്കി നിൽക്കും ഞാൻ പഠിക്കില്ല. ശരിക്കും ഉണ്ടല്ലോ, ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ, ഇതേപോലെയായിരുന്നു ഞാനും ഫിലിമുണ്ടായിരുന്നപ്പോ ഡാൻസ് ABC അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ മുമ്പിലാണ് ശോഭന ചേച്ചി വരുന്നത്. അപ്പൊ ഞാൻ ശോഭന ചേച്ചി എടുത്തത് അന്നത്തെ ഇതേപോലെ പേടിച്ച് വിറച്ചൊക്കെ സിനിമയിൽ നിൽക്കണമല്ലോ, ഡാൻസ് പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ശോഭന ചേച്ചി എടുത്ത് പോയി ചോദിക്കുന്നത്. ആരോടോ ചോദിക്കുന്നത്? ശോഭന ചേച്ചി എടുത്ത്. ചേച്ചി എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഡാൻസ് പഠിക്കേ വേണ്ട, ഒന്നും പഠിക്കണ്ട, യു ജസ്റ്റ് നോ ദ ബേസ്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ? ഓക്കെ. പിന്നെ ഒരു കൊറിയോഗ്രാഫർ ഒരാളെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കഴിവ് കൊറിയോഗ്രാഫർ, വെദർ ഹി നോസ് ഓർ നോട്ട്. അതുകൊണ്ട് ജോമോൻ പേടിക്കേ വേണ്ട ജോമോനെ. ഒരു 2 സ്റ്റെപ്പ് നമ്മളൊന്ന് ചെയ്ത് പഠിച്ചാൽ പിന്നെ ആ ഒരു ഇതങ്ങ് മാറിക്കോളും. അടിപൊളി കറിയാട്ടാ. ഇതിന്റെ ഇടയിൽ കഴിച്ചു. ഞാൻ പെരി പെരി അൽഫാമാണ് കൂടുതൽ കഴിക്കാറ്. ഞാനിവിടെ ഡ്രൈ ഫ്രൈ ചെയ്തപ്പോഴത്തേനുണ്ടല്ലോ, ഞാൻ എന്റെ പ്രഷറോട് പറയുമായിരുന്നു, ഇപ്പത്തെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. നിങ്ങക്ക് ഫുഡൊക്കെ എന്നാ ഇഷ്ടം? ജോമോന് കൊളസ്ട്രോൾ നാടൻ ഫുഡ് ഇഷ്ടം. ഞാൻ പെരി പെരി ഉണ്ടാക്കി വെച്ചു. അല്ല അതും കഴിക്കും, പക്ഷെ കൂടുതൽ നാടൻ ഫുഡ്.
വീട്ടിലെ അമ്മ എന്ത് കറി ഉണ്ടാക്കിയാലും ചമ്മന്തി കൂടെ അല്ല കൂടെ അവര് ചെയ്ത് വെക്കും. ആണോ? ഇത് സുരേഷ് ചേട്ടനെ പോലെ ആണല്ലോ. സുരേഷ് ചേട്ടൻ ഇങ്ങനെ വിഭവമായ കറികൾ ഉണ്ടെങ്കിൽ പോലും സുരേഷ് ചേട്ടൻ ലാസ്റ്റ് ചമ്മന്തി വേണമെന്ന് മസ്റ്റാ. ചമ്മന്തി കാണും, പിന്നെ പുളിയും മുളകും കാണും. പുളിയും അത് രണ്ടും മതി ജോ. അല്ല, രണ്ടിലേതെങ്കിലും ഒന്ന് കാണും. രണ്ടിലേതെങ്കിലും ഒന്ന് കാണും. ആണോ? ഓക്കേ. ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ്, ചൈനീസ് ഫുഡ്സ് ആണ് കൂടുതൽ ചൈനീസ്, ഈ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എവിടെ പോയാലും നൂഡിൽസിന് ഓർഡർ ചെയ്യും. അങ്ങനത്തെ ഒരു ട്രൈ ചെയ്യും. എന്റെ കൂടെ ഉള്ളവരും ഇങ്ങനെ പുഷ് ചെയ്ത നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടാവുമല്ലോ എവിടെന്തെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ. അവരുടെ കൂടെ ഒക്കെ പോയാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന. എന്നാ ഫുഡ് ആണെന്ന് വെച്ചാൽ കഴിക്കും, എല്ലാം ഇഷ്ടമാണ്, കഴിക്കും. നാടൻ ഭക്ഷണം. പക്ഷെ ഫിഷ് കഴിക്കത്തില്ല, ഇഷ്ടമല്ല. കുഞ്ഞിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന, പക്ഷെ വലുതായപ്പോ തൊട്ട് എന്തോ അതിന്റെ ടേസ്റ്റ് പിടിക്കാണ്ട് ഞാൻ പിന്നെ ഫിഷ് കഴിക്കാൻ നിർത്തി. നമുക്ക് അങ്ങനെയൊന്നുമില്ല അല്ലേ? നമുക്ക് ചോറും മീൻകറി ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റ്. അതാണ്, അതെല്ലാവരും പറയും. പക്ഷെ എനിക്ക് മീൻകറി സത്യം എനിക്കൊക്കെ ഈ ചെമ്മീൻ കഴിക്കും ഞാൻ. എനിക്ക് ശരിക്കും പറഞ്ഞ ജോമോൻ പറയുന്ന പോലെ എനിക്കിഷ്ടം ഈ പുളിയും മുളകും ഇട്ടത്, ചമ്മന്തി, മീനും ചോറും, പക്ക നാടൻ ഭക്ഷണം. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ രുചി സത്യം ഇതിന് വരികയില്ല. ചോറ് ഇതൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം ഒക്കെ കഴിക്കാം. ചോറ് കഴിക്കില്ല എന്നല്ല ചേച്ചി, ചോറ് കഴിക്കും. ചോറ് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടി നമുക്കൊരു ചെറിയൊരു ചായ ഇതിലേക്ക് ഉണ്ടെന്ന് മാത്രം. പക്ഷെ ചോറ് കഴിക്കും. നമ്മള് ചോറും മീനും ഒക്കെ ഇഷ്ടപ്പെടുന്ന പോലെ കൊച്ചു ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ക്ഷമിച്ചേക്കാം അല്ലേ? എനിക്ക് എരിശ്ശേരി ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാട്ടോ, എരിശ്ശേരി. പിന്നെ വിശേഷം എനിക്ക് വിശേഷം ആക്ച്വലി നിങ്ങൾ എന്റെ ഷോ കാണാറില്ലേ? ആണോ? എന്നുവെച്ച് നിങ്ങൾക്ക് അറിയാമല്ലേ ഞാൻ എങ്ങനെയാ വർത്താനം പറയുന്നത്, എങ്ങനെയാ നിങ്ങളെ കാണുന്നെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാണ്ടല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ പ്രേക്ഷകർ വന്നേച്ചും ചോദിക്കും, ആ കൊച്ചു ഇത്രയും വായിട്ട് അരച്ചേച്ച് എന്റെ ഒന്ന് വർത്താനം പറയാൻ മേലായിരുന്നു. ആക്ടിങ് അല്ലാതെ തന്നെ ഇഷ്ടം. ഓക്കെ, അന്നയ്ക്ക് ഡാൻസ് ആ ഇഷ്ടം. ആക്ടിങ് അല്ലാതെ ആക്ടിങ് തന്നെ. ഞാൻ ചേച്ചി പാട്ടും പഠിച്ചിട്ടുണ്ട്. മോനെ വേഗം കഴിച്ചൊരു പാട്ട് കേക്കട്ടെ. കുറച്ചുകൂടി വേണോ? അത് തരാലോ. അതിനൊന്നും ഒരു വിഷമവുമില്ല. കൊച്ചു വേഗം കഴിച്ചു. ഇതുവരെ അറിഞ്ഞില്ല ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് എന്നാ പിന്നെ അരങ്ങേറ്റം ഇനി അവസാനം അടുപ്പിന്റെ വെള്ളമൊക്കെ കയറി ഡാൻസ് കളിച്ചാലോ ഒരുമിച്ച്? ഞാൻ അതോടുകൂടി എന്റെ പ്രേക്ഷകർ പറയും, മോനെ നിനക്ക് പറ്റിയ പണി ചെയ്താ പോരേന്ന് ചോദിക്കും. ചേച്ചി ഡാൻസ് കളിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ആ മനസ്സ് വെറുതെ അങ്ങനെ അറിയില്ലേ. ജോമോനെ ശരിക്കും ഫിലിമിലേക്ക് വന്നപ്പോഴേ നമുക്ക് ഈ ടേക്ക് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് എടുക്കാൻ പറയും, അല്ലെങ്കിൽ അഭിനയിച്ചത് ശരിയായില്ല ഇനി ഒന്നുകൂടെ എന്ന് പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വന്നോ? 1-2 ടേക്കുകളൊക്കെ അപ്പൊ ടെൻഷനാവും. കാരണം കൂടെ ബേസിലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അയ്യോ അവരോട് വെറുതെ കുറച്ച് പോസ്റ്റായിട്ട് നിൽക്കണേ. ഞാൻ ഒരു 10-12 ടേക്കോളം പോയിട്ടുണ്ട്. പക്ഷെ അവരാരും വിഷമിപ്പിച്ചില്ല, കൂടെ നിന്നിട്ടുണ്ട്. അതല്ലേ ഏറ്റവും നല്ല. ബാക്കി ആർട്ടിസ്റ്റ് ഒക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോഴാണ്. അന്നൊക്കെ ഇപ്രാവശ്യം അങ്ങനെ ഫീൽ ചെയ്തില്ലേ ഇന്നസെന്റ് ഫിലിമില്? ഇന്നസെന്റില് എല്ലാം സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മളിപ്പോ കുറച്ച് ടേക്ക് എടുത്താൽ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും അവരെ നമ്മൾ കംഫർട്ടബിൾ ആക്കുക. കാരണം നമുക്ക് ആ ടെൻഷൻ, അയ്യോ ഞാൻ കാരണം ഇത്രയും ടൈം പോകുന്നു, ഇത്രയും ടേക്ക് പോകുന്നു, അപ്പൊ അവർക്ക് ദേഷ്യം ദൈവം അനുഗ്രഹിച്ച് അധികമായില്ലായിരുന്നു ഭാഗ്യത്തിന്. പക്ഷെ ഇപ്പൊ ഒരു ഷൂട്ട് ചെയ്യാൻ പോയപ്പോ അവിടെ കുറച്ചധികം ടേക്ക് വന്നു. അപ്പൊ ഞാൻ പാനിക്കായി. അപ്പൊ പക്ഷെ അവരും കംഫർട്ടബിൾ ആക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ആശ്വാസം. ഞാനൊക്കെ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോ അല്ലേ മുകേഷ് ചേട്ടനും മമ്പിളി ചേട്ടനും ഒക്കെ കൂടെ നിന്ന് സാരല്ല ചെയ്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു റെസ്ട്രിക്റ്റഡ് ആവാതെ നമുക്ക് ആ പേടി എന്നുള്ള സാധനം അങ്ങ് മാറിപ്പോയി. ഇവരെല്ലാം ഫ്രണ്ട്ലി ആണല്ലോ എന്റെ കൂടെ. അതൊരു പോയിന്റ്. ഗുരുവായൂരമ്പലം അവിടെ ചെയ്യുന്ന സമയത്തും രാജുവേട്ടൻ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുന്നത് എന്റെ അടുത്ത് പെർഫോം ചെയ്യാൻ നമ്മള് ആ സീനില്ലേ പക്ഷിരാജന്റെ സീനില്ലേ, അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് ഒരു ചെറിയ ഡയലോഗ് പോലും മനസ്സിൽ നിൽക്കുന്നില്ല. കണ്ടതിന്റെ ഓർത്ത് ഞാനിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി ജസ്റ്റ് ഒന്ന് തോളി തട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല ചേച്ചി ബാക്കിയുള്ളവരെ പ്രശ്നമൊന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തോളാം പറഞ്ഞു. പിന്നെ അവരെല്ലാരും കൂടെ കൂടുതൽ മിങ്കിളായപ്പോഴത്തേക്കും പരിപാടി ഒക്കെ ആയി.
ഒരു ധൈര്യം കിട്ടും. കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ നമ്മളെ അവര് ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് പോലെ തരും അല്ലെ. നമ്മൾ അവരെ സ്റ്റാർ ആയിട്ട് കാണാതെ നമ്മളിൽ ഒരാളായിട്ട് അവര് മാറും. അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. എന്റെ ഫസ്റ്റ് ഫിലിമില് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ പേടിയെന്ന ഒരു സാധനം മാറി കിട്ടി. അതാ ഞാൻ ചോദിച്ചത് അന്നയ്ക്ക്. അല്ല, എനിക്ക് ഫസ്റ്റ് ഫിലിമിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അൽത്താഫിക്കയുടെ കൂടെ ഒക്കെ കോമ്പിനേഷൻ സീൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോ തന്നെ ടെൻഷൻ അടിച്ച് എണീക്കുന്ന ഈശ്വര അവിടെ ചെന്നിട്ട് വലിയൊന്നും കുഴപ്പമുണ്ടാക്കല്ലേ. ആക്ച്വലി നിങ്ങളൊക്കെ ഡയലോഗ് കാണാൻ പഠിക്കോ? വായിക്കും. പ്രോംപ്റ്റ് ചെയ്യോ? അല്ല പ്രോംപ്റ്റ് ചെയ്യോന്ന് ചോദിച്ചാൽ അത് ഭയങ്കര പാടായിരിക്കും. അതിന്റെ ഇടയിൽ കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര. നിങ്ങൾ അപ്പൊ ഈ ഡയലോഗ് കംപ്ലീറ്റ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. 2-3 തവണ പ്രോംപ്റ്റ് ചെയ്ത് ഡയലോഗ് പറയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എനിക്കത് അപ്പൊ നമ്മൾ ഡയലോഗ് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുവല്ലേ? ഇല്ല, നമുക്ക് അന്നേരം വരും നമ്മൾ അങ്ങ് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡയലോഗ് ഒന്ന് വായിച്ചു നോക്കുമ്പോ ഏകദേശം പരിപാടി കണ്ടന്റ് മനസ്സിലാകുമ്പോ പിന്നെ ആ കണ്ടന്റ് ബേസ് ചെയ്ത് പറഞ്ഞാൽ മതി. കണ്ടന്റ് വിട്ടുപോകാതെ പറഞ്ഞാൽ അപ്പൊ ഡബിങ്ങിന് അതങ്ങ് ചെയ്താൽ മതി. ഓ അത് ശരി. മറ്റേ പണ്ട് ഞങ്ങൾക്കൊക്കെ അങ്ങനെയല്ല, ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യും. ആദ്യം നമ്മൾ ഡയലോഗ് പഠിച്ചിട്ട് പിന്നെ പ്രോംപ്റ്റിങ് കിട്ടുമ്പോ നമ്മൾ അതനുസരിച്ച് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പം നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോഴത്തേക്കും കണ്ടന്റ് മിസ്സാവാതെ കാര്യങ്ങൾ പറയാം. പക്ഷെ ചിലതിൽ അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുമ്പോൾ നമ്മളത് കാണാപ്പാടം പഠിക്കും. ഓ ഓക്കെ. സ്കൂളിൽ പഠിച്ചത് പോരാന്നിട്ട് ഇപ്പോഴും പഠിക്കുന്നല്ലേ. പക്ഷെ ജോമോനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ബിക്കോസ് ഇങ്ങനെ കുറെ യൂട്യൂബ്സിലൊക്കെ ഒരുപാട് ചെയ്തില്ലേ വർക്ക്സ്. രണ്ടാണ്. നമ്മള് ഇൻസ്റ്റഗ്രാമില് ഒരു കണ്ടന്റ് റീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് അങ്ങനെയല്ലേ ചെയ്യുന്നത്. സിനിമയിൽ വരുമ്പോഴത്തേക്കും മൊത്തം മാറ്റമല്ലേ. എന്ത് ചേഞ്ച് ആണ് ജോമോൻ വരുത്തിയത്? ജോമോൻ എന്നൊരു വ്യക്തിക്ക് ഫിലിമിൽ വന്നപ്പോ? എനിക്ക് ഫാമിലിയിൽ കുറച്ച് കടവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് വീട്ടാൻ പറ്റി. വീട്ടുകാരെ എനിക്കൊന്ന് സേഫ് ആക്കി നിർത്താൻ പറ്റും. ആദ്യം താമസിച്ച വീട് ഇച്ചിരി മോശമായിരുന്നു. പക്ഷെ അവരെ നല്ല ഒരു വീട്ടിലോട്ടും കൊണ്ടുവരാൻ പറ്റി. അതാണ് എന്താ പറയാ, ഒരു മകൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ആക്ടർ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് പടങ്ങൾ എനിക്ക് വരുന്നുണ്ട്. അപ്പം അതില് ഹാപ്പിയാണ്. ഞാൻ ചെയ്ത് നന്നായിട്ടാണോ അതോ ചീത്തയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കാർ കുറെ പേര് എന്റെ മെസ്സേജ് അയക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടാട്ടോ. സത്യം ഞാൻ പറയുക, ശരിക്കും ഒരു വലിയൊരു ആക്ടർ ആവട്ടെ. എനിക്കത് എന്താ പറയുക, ഒരാളുടെ ട്രൂ ഡെഡിക്കേഷൻ ആണ് ഒരു ഫിലിം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ജോമോന് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ശരിക്കും അത് സക്സസിലേക്ക് എത്തട്ടെ, അതാണ് ഞങ്ങളുടെയൊക്കെ പ്രയർ. ഇത് സെയിം വിഷസ് ഇന്നസെന്റ് എന്ന് പറയുന്ന മൂവി ഇറങ്ങുമ്പോൾ അന്നയ്ക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിവേ, ഈ ബിസിയുടെ ഇടയിൽ വന്ന് ഞങ്ങളോട് സംസാരിക്കാതിരുന്നേന് താങ്ക് യു. പക്ഷേ ജോമോനെ ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പരിപാടി ഒന്നും നടക്കുകയല്ല. ഭയങ്കരമായിട്ട് വർത്താനം പറയണം. വാക്കാന്നേ, പ്രേക്ഷകർ എല്ലാരും കേട്ടേക്ക് വന്നേ. ജോമോൻ ഭയങ്കരമായിട്ട് വർത്താനം പറയുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്. ഈ പറഞ്ഞ പോലെ ഈ പുതിയ മൂവി ഭയങ്കര ഹിറ്റ് ആവട്ടെ. ഞങ്ങൾ പ്രേക്ഷകർ, എന്റെ പ്രേക്ഷകർ എല്ലാരും പോയി കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കും. ഓക്കെ, സോഷ്യൽ മീഡിയ. ഓക്കെ, ഇനി ഇതേപോലെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പുതിയ വിശേഷങ്ങൾ ഇവരൊന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്ക് എന്നാലും കുറേശ്ശെ കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്നാലും പിള്ളേർ പേടിച്ചിരിക്കുവാന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവരിൽ നിന്നും ഒന്നും പഠിക്കരുതെന്നാണ് എന്നെ ഉപദേശിച്ചത്. 2 വാക്ക് പഠിച്ചു. നമ്മളും പഠിച്ചില്ലേ, ബാഡും ഡാർക്കും. ഇത് പിന്നെ ഒരു സ്കിബിഡിയും പഠിച്ചു. എന്തായാലും ഓരോ എപ്പിസോഡും നമുക്ക് ഓരോ അറിവ് നേടുന്നുണ്ട് അല്ലേ. അതേപോലെ പുതിയ അതിഥികളും പുതിയ അറിവുകളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.